ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊന്നും നോക്കിയില്ല, ഒന്നു മോനെ കുറച്ച് കൊഞ്ചങ്ങ് മേടിച്ച്, പിന്നെ കുറച്ച് മത്തിയും കൂടെ അങ്ങ് മേടിച്ച്, എന്നാലും ഇന്ന് വെച്ച് പൊടിച്ചേക്കാന്ന് വെച്ചു. നല്ല കൊഞ്ചിങ്ങി മേടിച്ചേച്ചുണ്ട്. വലിയ പൈസയൊന്നും ആയില്ല, 100-150 രൂപയുടെ കൊഞ്ചിങ്ങി മേടിച്ച് ജീവനെ ഒന്ന് കറി വെച്ചേക്കാന്ന് വെച്ചിട്ട് മഞ്ഞപ്പൊടിയൊക്കെ അങ്ങോട്ട് വാരി വെതറി അങ്ങ് ഇട്ടേച്ച്, കുറച്ച് ഇഞ്ചിയും വേണ്ടൊക്കെ ഉള്ളിയെല്ലാം കൂടെ ചതച്ച് അതിനകത്തോട്ട് ഇട്ട്, കുറച്ച് മുളകും പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കരിയാപ്പില എല്ലാം കൂടെ വാരി അതിനകത്തോട്ട് കൊണ്ട് അങ്ങ് വലിച്ച് വാരി ഇട്ടേച്ച് അങ്ങോട്ട് ഇളക്കി. എടാ അത് കണ്ടോ, നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി. എൻ്റെ പൊന്നടാവി, പിന്നെ കുറച്ചുകൂടി മുളക് പൊടിയും കൂടെ വാരി കൊണ്ട് എരിവാണ് അങ്ങോട്ട് എരിഞ്ഞങ്ങോട്ട് തീരട്ടെന്ന് വെച്ചു. എല്ലാം കൂടെ വാരി അങ്ങോട്ട് ഇളക്കി അവൻ്റെ ആ പരുവാക്കിയതിന് ശേഷം വേറൊരു ബൗളിനകത്തോട്ട് അങ്ങ് വാരി അങ്ങ് ഒപ്പിച്ചങ്ങ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങോട്ട് നോക്കിക്കടാവേ, എന്നാ സ്റ്റൈല് സാധനം നോക്കി എങ്ങോട്ട് നോക്കണ്ടോടാ. കണ്ടിട്ട് തന്നെ കൊതി വരുന്നു, പച്ചയ്ക്ക് തിന്നാലും ആലോചിച്ച് പോയി. അതെടുത്ത് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് പിന്നെ നമ്മുടെ സ്ഥിരം സാധനം വേണ്ടതാണ് കപ്പ. അയ്യടാ, കപ്പ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം നമ്മൾ കപ്പ വേവിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മുടെ കാന്താരി മുളക് അങ്ങോട്ട് ഇട്ടേച്ചിട്ടാണ്. അതെല്ലാം കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഇച്ചിരി ചീനിച്ചട്ടി എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട്, ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു, ആച്ചുമുടക്കില്ലാത്തതുകൊണ്ട് ആ എണ്ണ എല്ലാം കൂടെ വാരി അതിനകത്ത് ഒഴിച്ചേച്ച് പിന്നെ ഇച്ചിരി കടുകെല്ലാം കൂടെ വാരി അതിനകത്തൊട്ട് ചറപടാന്നും പറഞ്ഞ് പൊട്ടി തെറിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉള്ളിയെല്ലാം കൂടെ വാരി അതിനകത്തോട്ട് അങ്ങ് ഇട്ട്, അത് കഴിഞ്ഞിട്ടൊരു തൂണ് എടുത്തിട്ട് കണാന്ന് പറഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് വെച്ചതിന് ശേഷം ഉണ്ടല്ലോ അങ്ങോട്ട് കുറച്ച് നേരം കഴിയും ഇച്ചിരി ഉപ്പൂടെ അങ്ങോട്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ സവാളയൊന്നും വഴറ്റണമല്ലോ, അതുകൊണ്ട് ചുമ്മാ കുറച്ച് ഉപ്പ് അങ്ങോട്ട് വാരിയിട്ട് കണാന്ന് വെച്ചിട്ട് പിന്നെ വേറൊരു പാത്രം അങ്ങോട്ട് കത്തിച്ച്. കാരണം നമ്മുടെ കപ്പ നമുക്ക് ഇളക്കണമല്ലോ, അരപ്പും കിണാപ്പെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്ക് വരുന്നുണ്ട്. നല്ല തേങ്ങയും മഞ്ഞപ്പൊടി എല്ലാം കൂടെ അങ്ങോട്ട് അരച്ച് വെച്ച് സെറ്റ് അങ്ങ് വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് ഇളക്കി അങ്ങ് മറിച്ച് ഇവൻ്റെ എല്ലായിടത്തും അങ്ങ് പറ്റാൻ വേണ്ടി വെച്ച് ഇതെല്ലാം കൂടെ അങ്ങ് ഇളക്കി അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റേ കിടനാപ്പുണ്ടല്ലോ, അതിൻ്റെ പേര് ആ ഉള്ളിയും മറ്റേ കടുകും ഇതെല്ലാം കൂടെ താളിച്ച് അങ്ങോട്ട് എടുത്ത് അങ്ങ് വെച്ച് അങ്ങോട്ട് നിരത്തി. ഇനിയാണ് ടെസ്റ്റ്. ഈ സാധനം അങ്ങോട്ട് വിളമ്പി കഴിഞ്ഞാൽ നിങ്ങളുടെ വായിക്കൂടെ വെള്ളം വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഈ സാധനം വിളമ്പുന്നില്ല. ഇതോടുകൂടി നിർത്തി. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.